Hello friends, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫണ്ണി ആയിട്ടുള്ള എന്നാൽ നല്ല യൂസിംഗ് ഒക്കെ ഉള്ള 4 ഗാഡ്ജറ്റുകൾ പരിചയപ്പെടാം. അത്രയുണ്ട് ഒറ്റ വീഡിയോയിൽ 4 ഗാഡ്ജറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു മ്യൂസിക് ബൾബ്, ഒരു റൈറ്റിംഗ് ടാബ്ലറ്റ്, ഒരു ഡെക്കറേഷൻ LED ബൾബ്, ഒരു കൂളർ, ഒരു സിമ്പിൾ കൂളർ. ഇത് 4 നമുക്കിന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് മ്യൂസിക് ബൾബ് നോക്കാം ഇതിൻ്റെ യൂസിംഗ്. ഇതാണ് നമ്മുടെ മ്യൂസിക് ബൾബ്. ഇതുകൊണ്ടുള്ള യൂസിംഗ് മൊബൈലിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഹോൾഡറിൽ ഞാനിതൊരു ഹോൾഡറിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് ബൾബ് ഹോൾഡറിലും ഇട്ട് വെക്കാൻ പറ്റും. റൂമിലൊക്കെ ഇട്ട് വെച്ച കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാനും, അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യാം. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുക്കിങ്ങിനൊക്കെ വളരെ നല്ല മ്യൂസിക് സിസ്റ്റത്തിലൂടെ തന്നെ, അല്ലെങ്കിൽ രാവിലെ തന്നെ അവർക്ക് മ്യൂസിക് കേട്ടിട്ട് തന്നെ കുക്കിങ്ങിലൊക്കെ ഏർപ്പെടാൻ പറ്റും. അതുപോലെ ക്ലബ്ബിൽ യൂസ് ചെയ്യാം. എവിടെ ഹോൾഡറിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്യാം. ഒരിക്കൽ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്, പിന്നെ നമ്മൾ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് കണക്റ്റ് ആയിക്കോളും. ചാർജ് ചെയ്യണമെന്നും ചെയ്യേണ്ട. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം, പെറ്റ്സിനെ വളർത്തുന്നവർക്ക് ഇത് അതിൻ്റെ പെറ്റ്സിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് അവർക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് മ്യൂസിക്കുമായി അതൊരു തെറാപ്പി, അങ്ങനെ ഒരു തെറാപ്പി ഉണ്ട്. നമുക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലൈറ്റിൻ്റെ ഉപയോഗം നടക്കും. അതുപോലെ സോങ്സും ഉപയോഗിക്കാം. ഇതിലൊരുപാട് കളേഴ്സ് വരുന്നുണ്ട്. റിമോട്ട് മതി, നമുക്ക് കിടന്നുകൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കളർ വരും. നമുക്ക് ഇനി വൈറ്റ് മാത്രം മതി എന്നെങ്കിൽ ഇതിൽ വൈറ്റ് മാത്രം നിലനിർത്താൻ പറ്റും. അല്ല നമുക്ക് റെഡ് മാത്രമാണെങ്കിൽ റെഡ് മാത്രമാക്കാൻ പറ്റും. ഏത് കളർ ഈ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഏത് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ഫ്ലാഷിൽ ഇങ്ങനെ എല്ലാ ലൈറ്റും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വിത്ത് മ്യൂസിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക് ഇതിൻ്റെ മ്യൂസിക്. The Bluetooth device is ready to pair. അതുപോലെ ഇത് ഫെയ്ഡ് ആക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ ബൾബിൻ്റെ ഇത് ഡൗൺ ആക്കാനും ഹൈ ആക്കാനൊക്കെ പറ്റും. ഇതിന് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. എല്ലാം ഈ റിമോട്ടിലുണ്ട്. സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട. ഇത് കറണ്ടിന് ആയതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് പേടിക്കുക വേണ്ട. നമുക്ക് നേരെ കറണ്ടിന് കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻവെർട്ടറിലും സൗകര്യമാണ്. നമുക്കിത് ഹോൾഡറിലായതുകൊണ്ട് ഇത് തട്ടിമറിയില്ല, കുട്ടികൾ എടുക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രത്തോളം സൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസും മറ്റ് പർച്ചേസിങ് ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, വാട്സപ്പ് നമ്പറും കൊടുക്കുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതാ ഈ കൂളർ ഒന്ന് നോക്കാം. ഈ കൂളർ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. നല്ല ബിൽഡ് മെറ്റീരിയലാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇതിന് കൂടെ ഒരു കേബിളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡാറ്റ കേബിൾ, അല്ലെങ്കിൽ ചാർജിങ് കേബിൾ. നേരിട്ട് നമുക്ക് കറണ്ടിന് കൊടുക്കാം, മൊബൈൽ ചാർജിന് കൊടുക്കാം, അല്ലെങ്കിൽ പവർ ബാങ്ക് വഴി യൂസ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ട്രേ ഉണ്ട്. ഇതിലാണ് നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പായിരിക്കും ഇതിൽ വരിക. സ്പോഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കഷ്ണം എന്തെങ്കിലും ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് നമുക്ക് പാർട്ടി എന്തെങ്കിലും വീട്ടിൽ നമുക്ക് സ്മെല്ലൊന്നായിട്ട് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒരു കോർണറിൽ ഇത് വെച്ചിട്ട് നമുക്കിതിൽ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണോ നമ്മൾ ഇതിൽ കൊടുക്കുന്നത് അതിൻ്റെ എയറാണ് ഇതിലൂടെ പുറത്ത് വരിക. ഇതിൽ ബാറ്ററി സൗകര്യമുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ പൊസിഷനെ ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ഒരു ഫണ്ണി പ്രൊഡക്റ്റാണ്. പിന്നെ സ്പീഡ് കാര്യങ്ങൾ ഒരു ചെറിയ സൗണ്ടോട് കൂടി, സിമ്പിൾ സൗണ്ടാണ്. ഇതിൻ്റെ വാക്വം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എയറുണ്ട്. അതുപോലെ സ്പീഡ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. ഓക്കെ, ഇത് നമ്മളൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാറ്റ് അറിയാൻ പറ്റും. നല്ല എയറുണ്ട്. സ്റ്റോപ്പ് ചെയ്യാം. ഐസ് പീസൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തണുപ്പ് ഇതിലടിക്കും. അതിനാണ് കൂളർ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് പെർഫ്യൂംസ് ഒരു സ്പോഞ്ചിലോ എന്തെങ്കിലും ആക്കി ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നായിട്ട് നമ്മുടെ ഓഫീസിലോ ഷോപ്പിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫണ്ണി പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇനിയിപ്പോൾ ഈ ട്രേയിൽ ഒന്നും വെച്ചില്ലെങ്കിൽ നമുക്കിത് ഫാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓഫീസ് ഫാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ എഴുതാനോ ചിത്രം വരയ്ക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വലിയൊരു കാറ്റൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത ഗാഡ്ജറ്റ് നോക്കാം. അടുത്തത് റൈറ്റിംഗ് LCD ടാബ്ലറ്റ്. ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രൊഡക്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ്. ഇത് ഏത് കളറും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈഡിൽ ഒരു സ്റ്റിക്കുണ്ട്. നമുക്ക് കൈ കൊണ്ടും ഇതിൽ എഴുതാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ഇതിൽ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് പോകും. കാണുന്നുണ്ട് വിചാരിക്കുന്നു.
നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും, സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് അവർക്ക് കളിക്കാനും കൊടുക്കാം, പഠിക്കാനും കൊടുക്കാം. പണ്ടത്തെ പോലെ സ്ലൈറ്റ് പോലെയല്ല, നമുക്കിത് അവർക്കൊരു ഡിജിറ്റൽ സൗകര്യം. ഇതൊരു ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ആവില്ല. അതുപോലെ ഓൺ ചെയ്ത് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്ക് കളിക്കാൻ കൊടുക്കാം, നമുക്ക് ടെൻഷൻ വേണ്ട. കാരണം ഒരു സിമ്പിൾ പ്രൊഡക്റ്റാണ്. വേണമെങ്കിൽ ആ കൈ കൊണ്ടും എഴുതാം, ഡിലീറ്റ് ആയിപ്പോൾ. ഒരു സിമ്പിൾ പ്രോഡക്റ്റ്, നല്ല ഭംഗിയുള്ള, നല്ല ആളുകൾ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതാ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഈ ബാറ്ററി എപ്പോഴും ചേഞ്ച് കൊടുക്കണമെന്നുണ്ടാവില്ല, കാരണം എനിക്കറിയില്ല എത്രത്തോളം ബാറ്ററി നിൽക്കും എന്നുള്ളത് അറിയില്ല. എന്നാലും നല്ലൊരു സിമ്പിൾ പ്രൊഡക്റ്റാണ്, കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. നമുക്കിതെല്ലാം പ്രസ് ചെയ്തുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കൂടുതലായിട്ട് കാണും. അതേപോലെ ഇനി കുട്ടികൾ സിമ്പിളായിട്ട് എഴുതിയാലും ചെറിയ വര രീതിയിൽ വരും. ഇതാ ഡിലീറ്റ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ പഴയ പോലെ സ്ലേറ്റ് എടുത്ത് മായ്ക്കൊന്നും വേണ്ട. നമുക്ക് സ്റ്റാർട്ടിങ് കുട്ടികൾക്ക്, അവർ നഴ്സറിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഒരു ഭംഗിയാണ്, അവർക്കൊരു കൗതുക വസ്തുവാണ്. നമുക്കൊരു ഫണ്ണി ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും അവർക്കിങ്ങനെ നിരന്തരം വീട്ടിൽ വെച്ച് ക്ലാസ് എടുക്കണമെങ്കിലൊക്കെ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കുക. അപ്പോൾ നമുക്കിങ്ങനെ തിരിഞ്ഞ് മായ്ക്കാനൊക്കെ പറ്റും. സിമ്പിൾ പ്രൊഡക്റ്റാണ്. ഏത് കളറിൽ, ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഏത് കളറിൽ വേണമെങ്കിലും ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാ നമുക്ക് നാലാമത്തെ പ്രോഡക്റ്റ്, ഡെക്കറേഷൻ സ്റ്റാർ ലാമ്പ് അല്ലെങ്കിൽ സ്റ്റാർ ഡെക്കറേഷൻ ലാമ്പ് എന്ന് പറയാം. ഇതാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇത് നമുക്കിതാ ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്, USB, നമുക്ക് നേരെ പവർ ബാങ്കിൽ കണക്ട്. ഇത് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാറിൽ നമുക്ക് ചാർജിങ് പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂഫിലേക്ക്, കാറിൻ്റെ ആ സീലിംഗ് റൂഫിലേക്ക് നല്ല ഭംഗിയുള്ള റെഡ് ലൈറ്റ് ഇതിൽ നിന്ന് ഔട്ട് ചെയ്യും. അത് നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും, അതിൻ്റെ ചിത്രത്തിൽ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓട്ടോമാറ്റിക് അല്ല, നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യണം. നോക്കാം ഇതിൻ്റെ യൂസിങ്. ഇതിപ്പോൾ നമുക്ക് ലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഡാർക്ക് നമുക്ക് നൈറ്റിൽ ഇതെങ്ങനെ റൂമിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ണിലേക്കൊന്നും അടിക്കാൻ പാടില്ല. ഇത് സീലിംഗ് റൂഫിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. LED ആകുമ്പോൾ നമുക്ക് കുട്ടികളുടെ കണ്ണിലേക്കൊന്നും അടിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും ഇതൊരു ഒരുപാട് സ്ട്രോങ് LED ഒന്നുമല്ല, സിമ്പിളാണ്. പിന്നെ അത് ഫ്ലെക്സിബിളാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് റൂമിൽ നമുക്ക് റൂമിൽ സീലിങ്ങിലേക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു പവർ ബാങ്ക് മതി, അല്ലെങ്കിൽ മൊബൈൽ ചാർജർ മതി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. 4 ഗാഡ്ജറ്റുകൾ നമ്മൾ പരിചയപ്പെട്ടത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ 4 അതിൽ കൂടുതലോ ഗാഡ്ജറ്റുകൾ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.